നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിന് ഈ സീസണിൽ ഒരു മികച്ച തുടക്കമല്ല ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സൂപ്പർ കപ്പ് ഫൈനലിൽ അൽ ഹിലാലിനോട് അവർ വലിയ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. സൗദി ലീഗിലെ ആദ്യ മത്സരത്തിൽ അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഡിഫൻസിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് അൽ നസർ ഇപ്പോൾ ഉള്ളത്. PSG-യുടെ സ്ലോവേനിയൻ ഡിഫൻഡറായ മിലാൻ സ്ക്രിനിയറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അൽ നസർ നടത്തുന്നുണ്ട്. അത് ഫലം കാണുന്നതിൻ്റെ തൊട്ടരികിലെത്തിയിട്ടുണ്ട്. ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു സ്ക്രിനിയർ PSG-യിലേക്ക് എത്തിയത്. എന്നാൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു മികവ് പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, പരിശീലകനായ ലൂയിസ് എൻറിക്കയുടെ ഒരു മതിപ്പ് പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതോടുകൂടി അദ്ദേഹത്തെ ആവശ്യമില്ല, അദ്ദേഹത്തെ ഒഴിവാക്കാം എന്നുള്ള നിലപാട് എൻറിക്ക PSG-യെ അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് താരത്തെ കൈവിടാൻ PSG ഇപ്പോൾ തീരുമാനിച്ചത്. അൽ നസറിന് കൈമാറാൻ അവർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ക്രിനിയറുടെ ഒരു സമ്മതം കൂടിയാണ് ലഭിക്കേണ്ടത്. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അധികം വൈകാതെ തന്നെ ഡീൽ നടക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. താരത്തെ കൈവിടുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരു ഡിഫൻഡറെ എത്തിക്കാൻ PSG നിർബന്ധിതരാകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും യൂറോപ്പിൽ നിന്നും കൂടുതൽ മികച്ച താരങ്ങളെ സ്വന്തമാക്കുന്ന ആ ഒരു പ്രോസസ്സ് അത് ഇപ്പോഴും സൗദി അറേബ്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാണാം.